മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ ദേശീയപാത റീച്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചില്ല. അല്ല, വിളിക്കണമായിരുന്നു. അതാണ് അതിൻ്റെ ശരി. മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വിളിക്കേണ്ടതായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ ആ കാലത്തെ ഉദ്ഘാടനത്തിൻ്റെ മേജർ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. പ്രതിപക്ഷതാവും ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. പി മിനിസ്റ്ററെ നിർബന്ധമായിട്ടും വിളിക്കേണ്ടതായിരുന്നു. അത് മര്യാദ. വിളിക്കാതെ നടത്തുന്നതൊക്കെ വളരെ ചീപ്പാണ്. അതിന് ഉപയോഗിക്കാവുന്ന ഒരു പദം എന്ന് പറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ്. BJP രാഷ്ട്രീയം കളിക്കാം. അല്ല, അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയം തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ചർച്ചയിലൊക്കെ നമ്മളിനി കൂടുതൽ നിങ്ങളെങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഇത് തന്നെയാണ് സ്വഭാവം. കേരള ഗവൺമെൻറ്റും സ്വന്തം പ്രോജക്റ്റ് വരുമ്പോൾ MLA-മാർക്കൊക്കെ പരാതി ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ ഞങ്ങളങ്ങനെയല്ല. ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഇനോഗ്രേഷനോ ഡിജിറ്റൽ ലിറ്ററസി ഇനോഗ്രേഷനോ അല്ലെങ്കിൽ എമർജിങ് കേരളമൊക്കെ എടുത്തു നോക്കും. അവിടെയൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. ഞങ്ങളെപ്പോഴും വളരെ ജനാധിപത്യപരമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് വളരെ ഒരു ചീപ്പായ പരിപാടിയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ശരിയായില്ല.